15-16 വയസ്സൊക്കെ ഉള്ള ആളുകൾ യഥാർത്ഥത്തിൽ മുമ്പുള്ള ഒരു 5-6 വർഷം മുമ്പുള്ള കുഞ്ഞുങ്ങളെ വെച്ച് നോക്കിയാൽ ഇവർക്കൊരു 18 വയസ്സിൻ്റെ പക്വത ഉറപ്പായിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു പുനർവിചിന്തനം നടത്തേണ്ട ഒരു കാലം അതിക്രമിച്ചിരിക്കുകയാണ് ഈ വയസ്സ്, അതായത് ചൈൽഡ് എന്നുള്ള ഡെഫിനിഷൻ. റിട്ടയർഡ് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞ ഈ ഒരു അഭിപ്രായത്തോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ? കാരണം 16-കാരനും 18-കാരനും ഒക്കെ ചെയ്യുന്ന പ്രവൃത്തികൾ പണ്ട് 40-കാരൻ 50-കാരൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. കാരണം നിങ്ങൾ നോക്കൂ, നിങ്ങൾ വേറെ എങ്ങോട്ടും നിങ്ങൾ പോണ്ട, താമരശ്ശേരിയിലെ ഒരു ഒറ്റ ഉദാഹരണം മാത്രം നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. ഇനി വേറെ എത്ര സംഭവങ്ങൾ. 17-കാരൻ അമ്മയെ കേത്തിറത്തൂല്ല, ഈ സ്കൂൾ ബസ്സിലെ കുട്ടികൾ തമ്മിൽ പിച്ചാത്തി വാറ്റിക്കേറ്റി കളിക്കുക, എന്തെല്ലാമാണ് കാണിച്ചു കൂട്ടുന്ന അക്രമങ്ങൾ. മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത കൊടും ക്രിമിനലുകൾ, കൊടും കുറ്റവാളികൾ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്രിമിനൽ മനോനിലയിലേക്ക് ഈ കുട്ടികൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഇവനൊക്കെ കുട്ടികളെന്ന് വിളിക്കാൻ പോലും കഴിയില്ല. ആ രീതിയിലുള്ള കൊടും ക്രിമിനലുകൾ പോലും ചെയ്യാത്ത കാര്യം. നിരായുധനായ ഒരു സഹോദരനെ ആയുധവുമായി വന്ന് സംഘം ചേർന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി കൊല്ലുക എന്ന ഉദ്ദേശത്തോടു കൂടി, ആണാണെങ്കിൽ നിങ്ങൾ കൊല്ലാൻ തയ്യാറായിട്ട് വരണമെന്ന് പ്രഖ്യാപിച്ച് ആൾക്കാരെ വിളിച്ചുകൂട്ടി വെല്ലുവിളി നടത്തി, ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും, 4 കുത്തി ഞാൻ കുത്തിയിട്ടുണ്ട്, നിങ്ങൾ പോയി നോക്കുക, അവന്റെ കണ്ണു പോലും അവിടെയില്ല, തലയോട്ടി പൊട്ടിപ്പിളർന്ന് തലച്ചോറ് ചിന്തി നടു റോട്ടിൽ മരിച്ചു വീഴുന്ന 16-കാരൻ. ഇവനൊക്കെ ജുവൈനൽ കോടതിയിൽ ഹാജരാക്കിയിട്ട് ഇവനൊക്കെ 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷിക്കാൻ വകുപ്പുണ്ടോ? ഇന്ത്യയുടെ നിയമത്തിന് കഴിയോ? ഇവനൊക്കെ ക്രിമിനൽ, ഇവനൊക്കെ പ്രായത്തിന്റെ ആനുകൂല്യം നൽകി പുറത്തുവിട്ടാൽ നാളെ നിങ്ങളുടെയും എന്റെയും കുട്ടികളെ സമൂഹത്തിൽ ജീവിക്കണ്ടേ? മനുഷ്യന്റെ ജീവനേക്കാൾ മൃഗങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. കാരണം അവിടെ മനുഷ്യനെ ആക്രമിക്കാൻ ഒരു കടുവയോ പുലിയോ ആനയോ വന്നാലും ആ മനുഷ്യൻ കൊല്ലപ്പെട്ടാൽ ഒരു കേസ് ഉണ്ടാവില്ല. പക്ഷെ തിരിച്ച് ആ സ്വയരക്ഷാർത്ഥം ഒരു കമ്പെടുത്ത് ആ കടുവയെ ഒന്ന് അടിച്ചാൽ, ആ കടുവയുടെ ദേഹത്തൊരു പോറിനെ പറ്റിയാൽ പിന്നെ ആ മനുഷ്യൻ ജീവനോടെ ബാക്കിയുണ്ടെങ്കിൽ ആ മനുഷ്യൻ പുറലോകം കാണില്ല, ജാമ്യം കിട്ടില്ല, വെളിയിൽ സൂര്യപ്രകാശം കാണാത്ത വിധം അവൻ കാരാഗ്രഹത്തിൽ അടക്കപ്പെടും. അതാ ഇന്ത്യയിലെ നിയമം എന്ന് പറയുന്നത്. മനുഷ്യന്റെ ജീവനേക്കാൾ മൃഗങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഇന്ത്യയിലെ നിയമങ്ങൾക്ക് നടുവിൽ ഈ 16-കാരൻ ഇത്തരത്തിൽ 50-കാരൻ ചെയ്യാത്ത പ്രവൃത്തി ചെയ്യുമ്പോൾ അത് 18 പ്രായപരിധിയെങ്കിൽ അത് 15 ആക്കണമെങ്കിൽ ആക്കണം. കാരണം നാളെ നമ്മളെ കുട്ടികൾക്ക് നാളെ വേറെ കുട്ടികളുടെ സമൂഹത്തിലല്ലേ എൻ്റെ നിങ്ങളെയും മക്കൾ കുട്ടികളെ വിദ്യാസ്ഥാപനങ്ങളിലേക്ക് എന്ത് വിശ്വസിച്ച് നമ്മൾ പറഞ്ഞേക്കുന്നത്? ഈ കലാലയങ്ങളിലേക്ക്, ഈ സ്കൂളുകളിലേക്ക് ഇങ്ങനെ പറഞ്ഞേക്കും. ഇതുപോലുള്ള നൊട്ടോറിയസ് ക്രിമിനലുകളുടെ, ഈ ഗുണ്ടാ സംഘങ്ങളുടെ, ലഹരി മാഫിയകളുടെ താവളമായി സ്കൂളുകൾ മാറുമ്പോൾ അവിടെ 18 വയസ്സുള്ള പ്രായപരിധി 16 ആക്കണമെങ്കിൽ 15 ആക്കണമെങ്കിൽ അത് ആക്കാൻ തയ്യാറാവണം. അല്ലെങ്കിൽ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതാക്കാൻ തയ്യാറാവണം. അല്ലെങ്കിൽ ഇതുപോലുള്ള ആക്രമണങ്ങൾ വീണ്ടും നമ്മുടെ കുട്ടികളുടെ തലയോട്ടി പൊട്ടിപ്പിളർന്ന് നടു റോഡിൽ വെന്തുരുകുന്നത് നമ്മൾ കാണേണ്ടി വരും.